ഓക്കെ, ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റിയ, കറക്റ്റ് കിട്ടിയ, നിങ്ങൾക്ക് അതിന്റെ പോയിന്റ് കിട്ടിയ, മനസ്സിലായ എന്താ എത്തിക്സ് ലീഗൽ ഇഷ്യൂസ് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായ? അപ്പൊ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് അതിന്റെ ബാക്കി എവിടെ നമ്മൾ എടുത്തേ? നമ്മൾ ആ ഒരു പേജിൽ കുറച്ചെടുത്തുള്ളൂ. ഹോസ്പിറ്റൽ ഷുഡ് ആ സ്ലിപ്പറി ഫ്ലോർസ് വരെയല്ലേ എടുത്തുള്ളൂ. നെക്സ്റ്റ് എടുക്കണം. ഓക്കെ, എന്താ എല്ലാവരും ഒരു റെസ്പോൺസ് ഇല്ലാണ്ടിരിക്കണേ? എന്താണ് ആർക്കും ചായ ഒന്നും പിടിച്ചില്ലേ? ഉഷാറില്ലേ ആർക്കും? ഓക്കെ, ചാപ്റ്ററിന്റെ പേര് കേട്ട ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ആരും വലിയ മൈൻഡ് ഇല്ലാണ്ടിരിക്കണേ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇവിടെ നമ്മൾ എടുത്തത് നെക്സ്റ്റ് തുടങ്ങണത് വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണത് കാണാൻ പറ്റണ്ട? സ്ക്രീൻ ഷെയർ ചെയ്യണത് കാണാൻ പറ്റുന്നുണ്ടാ? ഓക്കെ. Why it is necessary for hospitals and medical administrators to be aware of ethical and legal aspects of hospital administration. എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലിനും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കും എന്താ ഈ ഹോസ്പിറ്റലിന്റെ എത്തിക്സിനെ കുറിച്ച്, അതിന്റെ നിയമപരമായ വശങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെന്തുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലില് ഈ എത്തിക്സിനെ കുറിച്ചും ഈ ലീഗൽ ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയണത് എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഇത്രയും കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യം എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് റീസൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 6 റീസൺസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും ഇവിടെ ഇല്ലേ? എല്ലാവരും ഇവിടെ ഇല്ലേ? ഓക്കെ, എന്താണ് റീസൺസ്? ഫസ്റ്റ് വൺ, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ? മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലില് എത്തിക്കൽ പരമായിട്ടും ലീഗൽ ആസ്പെക്ട്സ് പരമായിട്ടൊക്കെ അതിന്റെ ആവശ്യം വേണമെന്ന് പറയണത്. മെഡിക്കോ ലീഗൽ കേസസ് നമ്മൾ പഠിച്ചതിന് മുമ്പ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി വരുന്നുണ്ട് എന്താ മെഡിക്കോ ലീഗൽ കേസ് എന്നുള്ളത് വരുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ പരമായിട്ട് എന്തെങ്കിലും കേസുകൾ, എന്തെങ്കിലും ആക്സിഡന്റ് കേസ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഹോസ്പിറ്റലിന്റെ അഭാവം, എന്തെങ്കിലും അശ്രദ്ധ മൂലം എന്തെങ്കിലും കുഴപ്പങ്ങൾ വരും അല്ലെ? ചിലപ്പോ എന്തെങ്കിലും സിസേറിയൻ നടക്കുന്ന സമയത്ത് അറിയാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിസേറിയനൊക്കെ അറിയാതെ വെച്ച്, അല്ലെങ്കിൽ തുന്നണത് എന്തെങ്കിലുമൊക്കെ വെച്ച് അതിനുള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണത്, ഒരാഴ്ച കഴിയുമ്പോൾ ആർക്കും പെയിൻ വരുന്നത്, അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത് നമ്മൾ അതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്താ? പിന്നീട് അതൊക്കെ ഹോസ്പിറ്റലിന്റെ പേരില് ഒരു കേസായിട്ട് മാറും. അതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ അത് വർദ്ധിക്കുന്നത് കൊണ്ട്, ഇൻക്രീസിങ് നമ്പർ, അതിന്റെ എണ്ണം കൂടുന്നത് കൊണ്ട്, ഈ മെഡിക്കോ ലീഗൽ കേസസിന്റെ എണ്ണം കൂടുന്നത് കൊണ്ട് നമുക്ക് എന്ത് വേണം? ഇങ്ങനത്തെ ഹോസ്പിറ്റലില് എത്തിക്കൽ പരമായിട്ടും ലീഗൽ പരമായിട്ടൊക്കെ കാര്യങ്ങൾ വേണം. അതാണ് അതിന്റെ ഒന്നാമത്തെ റീസൺ. രണ്ടാമത് എന്താ? മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. എന്താ? സിവിൽ ആയതും അല്ലെങ്കിൽ ക്രിമിനൽ ആയതുമായ നിയമ നടപടികൾ പരമാവധി കുറയ്ക്കാൻ. സിവിൽ എന്നും മിനിമൈസ് എന്നൊക്കെ പറയണത് എന്താ? മിനിമൈസ് സിവിൽ എന്നൊക്കെ പറയണത് ചെറിയ കേസുകൾ, ചെറിയ ചെറിയ അടിപിടി, അവിടെ ഉള്ള ചെറിയ കേസുകൾ. പിന്നെ ക്രിമിനൽ ആയ കേസ്, വല്ല കത്തിക്കുത്ത്, കൊലപാതകം, അങ്ങനെ ഹോസ്പിറ്റലിൽ കേസായിട്ട് വന്നു, അവര് എന്തെങ്കിലും ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഡെത്താവും. അപ്പൊ അത് പിന്നീട് എന്താ? അത് ആ ഹോസ്പിറ്റലിന്റെ ലീഗൽ ഇഷ്യൂസ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുള്ള ആ കേസുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടികൾ, അതിന്റെ കാര്യങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ രണ്ടാമത്തെ റീസൺ ആണ് മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. അതിന്റെ നിയമ കാര്യങ്ങൾ, ലീഗലായ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് അത് പരമാവധി നമ്മൾ അതില്ലാതെ നോക്കണം. അപ്പൊ ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഈ കേസൊക്കെ ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ വന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന കേസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ?
അത് പിന്നീട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിലവർ ആത്മഹത്യക്ക് സ്വയം ശ്രമിക്കും. അതും ഒരു കേസല്ലേ? ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്താ? അതൊരു ക്രിമിനൽ കുറ്റമാണ് അല്ലെ? അപ്പൊ അതും കേസൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കേസുകൾ അവരെ പേരെ എടുക്കുമ്പോൾ പിന്നീട് അവർക്ക് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല അല്ലെ? ചിലവര് മരിക്കണ പോലല്ല, എല്ലാവരും മരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടുകാരെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പിന്നെ അവര് ജീവിച്ചിരുന്നാലും എന്താ ഒരു വില ഉണ്ടാവില്ല ആർക്കും അല്ലെ? അപ്പൊ അവർക്ക് പിന്നീട് കേസിന്റെ പുറകെ നടക്കേണ്ടി വരും എന്തെല്ലാം കാര്യത്തിന് വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കലും ലീഗൽ ഇഷ്യൂസിന്റെ കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. എന്താ? നമ്മുടെ മെഡിക്കൽ കെയർ ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് കൊടുക്കണം ആ ഒരു മെഡിക്കൽ കെയർ, ഒരു വൈദ്യപരിചരണം, അതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുക, അതിന്റെ ക്വാളിറ്റി ഗുണനിലവാരം ഉറപ്പാക്കുക. ഇങ്ങനെ ഒരു കേസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിലായിരിക്കും പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ? അവർക്ക് തോന്നിയ പോലെ ആയിരിക്കും. ഇപ്പൊ അവർക്കൊരു പേടിയുണ്ട്, ഇതെന്തെങ്കിലും ചെയ്താ എന്താ, ഇത് നിയമപരമായിട്ട് കോടതി പോകും, പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അപ്പൊ നമ്മുടെ മെഡിക്കൽ കെയറിന്റെ ആ ഒരു ഗുണനിലവാരം നല്ല രീതിയിൽ ഉറപ്പുവരുത്താം. ഇതാണ് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായ? ഓക്കെയാണോ? ഓക്കെയാണോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും ഒരു തമ്പെങ്കിലും കൊടുക്കണ്ട, എന്നാലും എനിക്കിത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഇൻ ഇന്ത്യ lawyers are very little trained as yet an exposure in the complex issues associated with the medical gases. എന്താ പറഞ്ഞേ? അവിടെ എന്താ പറഞ്ഞത്? 4ാമത്തെ പോയിന്റിൽ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയില് ലോയേഴ്സിനും ലോയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ അഡ്വക്കേറ്റ്സ്, ഈ അഡ്വക്കേറ്റ്സിന് കറക്റ്റ് ഒരു ലിറ്റിൽ ട്രെയിനഡ് ആസ്പെക്ട് എന്ന് വെച്ചാൽ അവർക്ക് നല്ല രീതിയിൽ ഒരു ട്രെയിനർക്ക് ഇത് കിട്ടിയിട്ടില്ല. ഈ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, അതിന്റെ എന്താ കാര്യങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് അവർക്ക് അഡ്വക്കേറ്റിന് ഇതുവരെ നല്ല രീതിയിൽ ഒരു ശരിയായ രീതിയിൽ ട്രെയിനിങ് ലഭിച്ചിട്ടില്ല. കൂടാതെ അവർ ഈ മെഡിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തീ പൊള്ളലേറ്റ് വന്നാലും അത് കേസായിട്ട് മാറും, ഹോസ്പിറ്റലിന്റെ അനാസ്ഥ കൊണ്ട് എന്ത് വന്നാലും അതൊരു കേസായിട്ട് മാറും, ഈ പറഞ്ഞ ആത്മഹത്യക്ക് എന്ത് വന്നാലും അത് കേസായിട്ട് മാറും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ അവർക്ക് അതിന്റെ ട്രെയിനിങ് കറക്റ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ അവരിതെന്താ, അത് തുറന്ന് കാട്ടും. അവരത് പുറത്തോട്ട് തുറന്ന് കാട്ടാനുള്ള ഒരു അവസരമാണ് ഈ എത്തിക്സ്. ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താ കേസ് ഏറ്റെടുക്കും. അപ്പൊ വക്കീലന്മാർക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്താന്നുള്ളത്. പക്ഷെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിന്റെ ആ ഒരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് എല്ലാവരും അറിയാണ് അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായാലും ഇപ്പൊ എന്താ മീഡിയ വഴി എല്ലാവരും അറിയും. അപ്പൊ അതിന്റെ കേസ് നടക്കണം. അത് അപ്പൊ പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഈ അറിയുന്ന ആൾക്കാരെന്താ പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ആ ഹോസ്പിറ്റലിൽ പോകാം അങ്ങനെയുള്ള ആ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ അത് നമ്മുടെ വക്കീലന്മാര് മെയിൻ ആയിട്ട് അത് തുറന്നു കാട്ടും. അതിന്റെ കാരണങ്ങൾ എന്താണ്, അതെന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. കേസ് വാദിക്കുമ്പോ ഒറ്റയടിക്ക് കിട്ടൂലല്ല, ഒറ്റയടിക്ക് കേസ് ഒന്നാവില്ല, പിന്നീട് പയ്യെ ആയിരിക്കും. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മൾ ഇന്ത്യയിൽ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പ്ലോറിംഗ് ദ കോംപ്ലക്സ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ദ മെഡിക്കൽ കേസസ്. ഇങ്ങനത്തെ ഹോസ്പിറ്റലിൽ വന്ന കേസുകളെ കുറിച്ച് വലിയ ഐഡിയകളൊന്നും അവർക്ക് ഉണ്ടാവും. അവർ ട്രെയിൻഡ് ആണെങ്കിലും വലിയ ഐഡിയകൾ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവരെന്താ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഇഷ്യൂസ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്താ പുറത്തേക്ക് തുറന്നു കാണിക്കാനുള്ള ഒരു അവസരം ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ എത്തിക്സും ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് തുറന്നു കാണിക്കാനുള്ള അവസരം മെഡിക്കൽ കേസിൽ ആർക്കുണ്ടാവും? ഈ അഡ്വക്കേറ്റുമാർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതൊരു പോസിറ്റീവാണ്. ഇത് ഉണ്ടാവുന്നതുകൊണ്ടുള്ള ഒരു കാരണമാണ്. അങ്ങനെയുള്ള കാരണത്തിനും നമുക്ക് എന്തുണ്ടാവും? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെന്താ? ഇറ്റ് ഹെൽപ്സ്, ഇത് നമ്മളെ സഹായിക്കും. ഇതെങ്ങനെ സഹായിക്കണേ? മെഡിക്കൽ പ്രൊഫഷണൽ ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം സില്ലി ലിറ്റിഗേഷൻ. എന്ന് വെച്ചാൽ എന്താ? ഇത് നമ്മളെ മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് വെച്ചാല് ശരിയായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മെഡിക്കൽ പ്രൊഫഷണൽ വെച്ചാൽ എന്താ? ഹോസ്പിറ്റലില് ഓരോ തൊഴിൽ ചെയ്യണ ഒരുപാട് മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട് അല്ലെ? അവർ പ്രൊഫഷണലാണ്, അവരുടെ തൊഴിലാണത്.
അപ്പൊ അങ്ങനെ ചെയ്യണ ആ തൊഴില് ശരിയായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനും നിസാര പ്രവർത്തനത്തിന് വേണ്ടി ഒരു ചെറിയ പ്രവർത്തനത്തിന് വേണ്ടി സ്വയം അവരെ പരിരക്ഷിക്കാനും themselves protect themselves from silly litigation. Silly litigation എന്ന് വെച്ചാൽ എന്താ? അവരുടെ ആ ഒരു നിസാരമായ പ്രവർത്തനങ്ങൾ, ആ വ്യവഹാരങ്ങളിൽ നിസാരമായ പ്രവർത്തനങ്ങൾ അതിനെ സംരക്ഷിക്കാനും നമ്മുടെ ഈ മെഡിക്കൽ പ്രൊഫഷൻസുകളെ സഹായിക്കും. എത്ര വലിയ ഡോക്ടേഴ്സ് ആണെങ്കിലും എത്ര പഠിച്ച അവരുടെ തൊഴിലില് എത്ര നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എന്താ അവർക്ക് ഇങ്ങനത്തുള്ള ഈ ലീഗലും എത്തിക്സ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ആ തൊഴിലിനോട് അവർക്കൊരു സ്വയം വിലയിരുത്താൻ അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാനുള്ള ആ ഒരു എന്ത് കിട്ടും? അതൊരു സഹായമാണ് അവർക്ക്. അത് നമ്മുടെ ഈ എത്തിക്സിലും ഹോസ്പിറ്റലിൽ എത്തിക്സും ലീഗൽ ഇഷ്യൂസും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അവർക്കൊരു മനസ്സിലുണ്ടാവും ചെയ്യണ ജോലിക്ക് ഒരു ആത്മാർത്ഥത, ശരിയായിട്ട് ചെയ്യണം, അവർ ആ പ്രൊഫഷണലോട് ഒരു നീതി പുലർത്താൻ അവർക്ക് പറ്റും. അതാണ് ഈ 5ാമത്തെ പോയിന്റിൽ പറയണത്. 6ാമത്തെ പോയിന്റിൽ എന്താ പറയണേ? ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties and commitments medical practitioners and hospital. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലുകളിലെയും നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലെയും മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെയും കടമകളെയും പ്രതിബന്ധങ്ങളെയും കുറിച്ച് പൊതുജനങ്ങളില് പബ്ലിക്കില് ഒരു എന്തുണ്ടാക്കണം? അവയർനെസ്, ഒരു ബോധവൽക്കരണം ഉണ്ടാക്കണം, അവബോധം നമ്മൾ അവരിലോട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഈ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് കൊണ്ട് പറ്റും. അത് 6ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ് എന്താ? ഹോസ്പിറ്റലിൽ എന്താ നടക്കണേ? ഹോസ്പിറ്റലിലെ മെഡിക്കൽ പ്രാക്ടീഷണർ എന്താണ് ചെയ്യണേ? അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അവരുടെ കടമ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, പൊതുജനങ്ങളിലോട്ട് ഒരു അവബോധം ചെയ്യാനായിട്ട്, ഒരു അവബോധം കൂട്ടാനായിട്ട്, ഇൻക്രീസിങ് അത് കൂട്ടാനായിട്ട് നമ്മുടെ എത്തിക്സ് ആൻഡ് പിന്നെന്താ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസിന് പറ്റും. അതാണ് ഈ 6 പോയിന്റിൽ പറയണത്. ഓക്കേടാ, ഒന്ന് വായിച്ചു നോക്കിയേ. 1ാമത്തെ പോയിന്റ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. മെഡിക്കോ ലീഗൽ കേസുകള് കൂടും അല്ലെ? കൂട്ടുമ്പോ ഇത് കൂടാൻ സാധ്യതയുണ്ട്. മെഡിക്കോലോ ഹോസ്പിറ്റലിൽ മെഡിക്കോ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം വർദ്ധിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു കൺട്രോൾ വരും. മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. എന്താ? സിവിലും ക്രിമിനലുമായ കേസുകളുടെ നിയമ നടപടികൾ പരമാവധി കുറയ്ക്കാനായിട്ട് ഇതിൽ പറ്റും. പിന്നെ എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, നല്ല മെഡിക്കൽ കെയർ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇൻ ഇന്ത്യ ലോയേഴ്സ്, അതിന്റെ കാര്യങ്ങൾ എന്താ 4ല് പറഞ്ഞത്? ശരിയായ കാര്യങ്ങൾ. ഇന്ത്യയില് അഡ്വക്കേറ്റിന് വലിയ ട്രെയിൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളിലോട്ട് തുറന്നു കാട്ടാനുള്ള ആ ഒരു കാര്യം ഇതിൽ നിന്ന് കിട്ടും. ഇറ്റ് ഹെൽപ്സ്. 5ാമത്തെ എന്താ? ഇത് നമ്മുടെ സഹായിക്കും. എന്തിനു സഹായിക്കും? ശരിയായ കാര്യങ്ങൾ. മെഡിക്കൽ പ്രൊഫഷണൽമാര് അവിടെ എന്ത് ജോലി ചെയ്യണ ആരായാലും, മെഡിക്കൽ ഫീൽഡില് പ്രൊഫഷണൽസ് ആയ ആരായാലും അവർക്ക് അവരുടേതായ ജോലി ശരിയായ രീതിയിൽ ചെയ്യാനും, പിന്നെന്താ അവരുടെ നിസ്സാര പ്രവർത്തനങ്ങൾ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. 6ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലെ മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെയൊക്കെ ആ ഒരു കടമകൾ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അവരെ ഏത് പ്രതിസന്ധിയാണ്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പൊതുജനങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഉപകരിക്കും. അത് ക്വസ്റ്റ്യൻസ് എന്താണെന്നാ ചോദിച്ചത്. ക്വസ്റ്റ്യൻസ് എന്താ? നെസസറി, അതിന്റെ ആവശ്യം എന്താണ്? ഈ ഹോസ്പിറ്റലില് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററിന്റെയും പിന്നെന്താ എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇതിന്റെ ആവശ്യം എന്താണെന്നാണ് നമ്മളോട് ഫസ്റ്റ് ചോദിച്ചത്. അതിന്റെ 6 റീസൺസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഈ 6 റീസൺസ് പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു തംസം ഇട്ടേ. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ നമ്മൾ കാണാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? ഞാൻ ഇങ്ങനെ ഓക്കെ ആണോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും ഒരു തംസപ്പ് ഒക്കെ ഇടാട്ട. അപ്പോഴായിരിക്കും ഒരു എനർജി കിട്ടുള്ളൂ. ഓ, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഈ 6 പോയിന്റ്സ് അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസ്. നമ്മൾ പറഞ്ഞു മെഡിക്കോ ലീഗൽ കേസിന്റെ എണ്ണം വർദ്ധിക്കുന്നു അല്ലെ? അപ്പൊ എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസ്? നമുക്ക് നോക്കാം. എന്താ മെഡിക്കോ ലീഗൽ കേസ്? ഫസ്റ്റ്, in case of injury or illness
where the attending doctor, after taking the history of illness and clinical investigation, considers that investigations by law enforcing agencies are warranted to find out circumstances and fix responsibility regarding the same. ഒരു സെന്റൻസ് തീർന്നത് ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് ഇവിടം വരെ എത്തിയപ്പോൾ ആ ഒരു സെന്റൻസ് തീർന്നത് അല്ലേ? ഇതിലങ്ങനെയാണ് കുഴപ്പം. ഒരു സെന്റൻസ് ഒരു 3 ലൈൻ 4 ലൈനൊക്കെ എന്തായാലും ഉണ്ടാവും. ഇതിലെന്താ പറഞ്ഞേ? ഇതിൽ ചുരുക്കി പറഞ്ഞാല് ഈ രോഗത്തിന്റെ, നമ്മുടെ പേഷ്യന്റിന് വരുന്ന രോഗത്തിന്റെ ഹിസ്റ്ററി, അതിന്റെ ചരിത്രവും ഈ ക്ലിനിക്കൽ പരമായിട്ടുള്ള അതിന്റെ എൻക്വയറി, അതിന്റെ അന്വേഷണങ്ങളൊക്കെ എടുത്ത ശേഷം ഓരോ സാഹചര്യത്തിന് കണ്ടെത്തണം ഇതെങ്ങനെയാണ് വന്നത് ഹിസ്റ്ററിയുടെ. അപ്പൊ അതെങ്ങനെ അതിനെ കണ്ടെത്തുന്നതിനും അതേക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അസുഖം കണ്ടുപിടിച്ചു അതേക്കുറിച്ച് ഉത്തരവാദിത്തത്തോടെ അത് ആ ഹോസ്പിറ്റലിൽ ആരാണോ ആ ഉത്തരവാദിത്തം നിർവഹിക്കണേ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ആരാണോ നോക്കണത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്ന് നമുക്ക് ഒരു വരണം. ഒരു ഏജൻസി ഉണ്ട്. ഇൻ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനെസ് എന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും മുറിവ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നു, വേർ ദ അറ്റൻഡിങ് ഡോക്ടർ, അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ ആഫ്റ്റർ ടേക്കിംഗ് ഹിസ്റ്ററി ആൻഡ് ഇൽനെസ് ആൻഡ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും മുറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർക്ക് നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയണം അല്ലെ? കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മെഡിക്കോ ലീഗൽ കേസായി. അതെങ്ങനത്തെ മുറിവൊക്കെ ആയിരിക്കണം? സാധാരണ പനി, ജലദോഷം, തലവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ മെഡിക്കോ ലീഗൽ കേസാവോ? ഇല്ല. അതിനെന്തെങ്കിലും ഈ മുകളിൽ 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താഴെ പറയും മെഡിക്കോ ലീഗൽ കേസ് എങ്ങനെയാണെന്നുള്ളത് താഴെ എക്സാമ്പിൾ പറയാനുണ്ട്. അതിലേതെങ്കിലും ഒരു കേസ് ആ ഹോസ്പിറ്റലിൽ വന്നാൽ അതെന്തായി? അത് കേസായി. കേസായി കഴിഞ്ഞാൽ ഈ അറ്റൻഡ് ചെയ്യണ ഡോക്ടർ പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ഫുൾ ബയോഡാറ്റ, അങ്ങനത്തെ കാര്യങ്ങള്, ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ആ പേഷ്യന്റിന് എന്തെല്ലാം ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ടോ, പിന്നെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ, ചിലപ്പോ വേറെ 2-3 ഡോക്ടർമാരെ കൺസിഡർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടോ, അതെല്ലാം ആർക്ക് കൈമാറണം? ബൈ ലോ എൻഫോഴ്സിംഗ് ഏജൻസി. നമ്മുടെ ഈ ലോ കേസ് നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട്, അന്വേഷണ നിർവഹണ ഏജൻസി ഉണ്ട്. നമ്മൾ കേസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാര് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഏജൻസിക്ക് കൈമാറണം. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ? ഈ ഏജൻസിക്ക്, എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആ സാഹചര്യങ്ങളെ കുറിച്ച്, പേഷ്യന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒരു ഫിക്സ് റെസ്പോൺസിബിലിറ്റിന്റെ സേവ എന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകി കൊടുക്കണം. അതാണ് ഈ പേരിൽ പറഞ്ഞത്. വേറെ ഒന്നുമില്ല. മെഡിക്കോ ലീഗൽ കേസ് ഒരു പേഷ്യന്റിനായാൽ, ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു അസുഖം വന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരെ നോക്കുന്ന ഡോക്ടർ ആ പേഷ്യന്റിന്റെ ഹിസ്റ്ററി, ആ പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, കൺസിഡർ ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, അതെല്ലാം ലോ എൻഫോഴ്സിംഗ് ഏജൻസിനെ കൈമാറണം. അതാരുടെ ഉത്തരവാദിത്തമാണ്? അതാണ് ആരുടെ ഉത്തരവാദിത്തം? അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. മനസ്സിലായ? ഇതേക്കുറിച്ചുള്ള ഇവരെ ഉത്തരവാദിത്തം പരിഹരിക്കണം. അതിന് മെയിൻ ആയിട്ട് മെഡിക്കോ ലീഗൽ കേസ് അത്യാവശ്യമാണ്. എന്തെല്ലാം പരിക്കുകൾ ഉണ്ടാവും എന്നുള്ള കേസുകള് നമ്മൾ താഴെ പറയുന്നുണ്ട്. താഴെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. ഒന്നാമത്തെ എന്താ? RTA. RTA എന്ന് പറയുന്നത് എന്ത് കേസാ? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. എഴുതി വെച്ചോ? RTA എഴുതി വെക്കാം. RTA എന്ന് പറയണത് റോഡ് ട്രാഫിക് ആക്സിഡന്റ്. നമ്മൾ വണ്ടിക്കൊക്കെ പോണ സമയത്ത് വണ്ടി ഇടിച്ച് ഒരുപാട് പേര് റോഡ് ആക്സിഡന്റ് ആയിട്ട് കിടക്കല്ലേ? അത് പിന്നീട് കേസായി മാറും, ഹോസ്പിറ്റലിൽ ചെല്ലുമില്ലേ? അപ്പൊ അത് ഹോസ്പിറ്റലിലെ മെഡിക്കോ ലീഗൽ കേസിലൊന്നാവും. പിന്നെ റെയിൽ ആക്സിഡന്റ്. റെയിൽ ആക്സിഡന്റ് എന്താ? ചിലവര് വീട്ടിൽ നിന്നൊക്കെ പിണങ്ങി പോയി റെയിൽവേ ട്രാക്കിൽ പോയി എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവര് ആക്സിഡന്റ്, അവര് മരിക്കില്ലേ? അപ്പൊ അതൊക്കെ എന്തായിട്ട് മാറും? ആക്സിഡന്റ് ആയിട്ട് മാറും. അതും കേസാണ്. അവര് സ്വയമല്ല റെയിൽ ആക്സിഡന്റ്. പിന്നെ ഫാക്ടറി ആക്സിഡന്റ് എന്ന് വെച്ചാൽ ഫാക്ടറിയിൽ ചിലപ്പോ
മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്താ, മെഷീന്റെ ഇടയിൽ പെട്ടോ, ചിലപ്പോ ഫാക്ടറിയിൽ തീ പിടിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് ആക്സിഡന്റ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഉള്ള ആക്സിഡന്റ്, എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ്, പിന്നെന്താ മറ്റേതെങ്കിലും സ്ട്രേഞ്ച് ആക്സിഡന്റ്, വിചിത്രമായ ആക്സിഡന്റ്. സാധാരണ നോർമലായ ആക്സിഡന്റ് നമുക്ക് അറിഞ്ഞൂടെ കേസ് വരുന്ന ആക്സിഡന്റ് എന്തൊക്കെയാണെന്ന്. അപ്പൊ അതുപോലെ തന്നെ സാധാരണ സ്ട്രേഞ്ച് ആക്സിഡന്റ്, വിചിത്രമായ അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടെങ്കിലോ നമുക്ക് മെഡിക്കൽ ലീഗൽ കേസസ് ഉപയോഗിക്കാം. അപ്പൊ ഒന്നാമത്തേല് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടെങ്കിൽ, റെയിൽ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ, ഫാക്ടറി ആക്സിഡന്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം? മെഡിക്കൽ ലീഗൽ കേസ് ഉപയോഗിക്കാം. രണ്ടാമത് എന്താ പറഞ്ഞേ? സസ്പെക്ടഡ് ഹോമിസൈഡ് ആൻഡ് സൂയിസൈഡ്. എന്താ? സംശയാസ്പദമായ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകള് അല്ലെ? എന്താ? ചില സ്ഥലത്ത് സ്റ്റൗ പൊട്ടിത്തെറിച്ച് സ്വന്തം അറിയാണ്ട്, ഇപ്പൊ ഗ്യാസ് തുറന്നിട്ടത് നമ്മൾക്ക് എല്ലാവർക്കും പറ്റും. ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല, നമ്മൾ കത്തിച്ചെന്ന് വിചാരിക്കും, ചിലപ്പോ കത്തിച്ച്, ചിലപ്പോ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ അടുക്കളയിൽ നമ്മള് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതൊക്കെ എന്താ? അതൊക്കെ നമ്മളുടെ അശ്രദ്ധ. പക്ഷെ അതല്ലാതെ കേസായിട്ട് സംശയാസ്പദമായ ആരെങ്കിലും കേസ് കൊടുത്താൽ അത് ഗ്യാസ് പൊട്ടിത്തെറിച്ചതല്ല, അത് ഗ്യാസ് തുറന്നിട്ട് കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഉള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്തായി? അത് മെഡിക്കൽ ലീഗൽ കേസിൽ പെട്ടു ഇല്ലേ? അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിലും ഹോമിസൈഡ് ആൻഡ് സൂയിസൈഡ്, പിന്നെ കൊലപാതകങ്ങൾ. ഇപ്പൊ ഇന്നലെ തന്നെ ഇല്ലേ ഒരാള് മരിച്ചതില് വൈഫ് അവരെ ഭാര്യമാർക്ക് കുത്തേറ്റെന്നും പറഞ്ഞ് നമ്മൾ ഇന്നലെ ടിവിയിൽ കണ്ടു ഇല്ലേ? അപ്പൊ അതുപോലത്തെ കൊലപാതകങ്ങൾ അതൊക്കെ എന്താവും? മെഡിക്കൽ ലീഗൽ കേസ്. ഇത് മെഡിക്കൽ ലീഗൽ കേസ് ആവണത് ഈ ആക്സിഡന്റ് വന്നാലും ഈ കൊലപാതകങ്ങൾ വന്നാലും പിന്നെന്താ ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചാലൊക്കെ ഹോസ്പിറ്റലായിട്ട് ബന്ധമുണ്ട് ഇല്ലേ? ഇവരെന്ത് വന്നാലും എന്ത് ആക്സിഡന്റ് വന്നാലും ആദ്യം എവിടക്കാ പോണത്? ഹോസ്പിറ്റലിലോട്ടാ പോകുള്ളൂ. ആദ്യം ജീവൻ ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് രക്ഷിക്കണ്ടേ? അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് കേസായി. അതാണ് പറഞ്ഞേ ഹോമിസൈഡോ സൂയിസൈഡോ എന്തായി? അതെന്താണ്? മെഡിക്കൽ ലീഗൽ കേസിൽ പെട്ടു. മൂന്നാമത് പറയുന്നത് എവിഡന്റ് പോയിസണിങ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ. അതെന്താ പറയണേ? എന്തെങ്കിലും വിഷബാധ, വിഷം കഴിച്ചിട്ട് അല്ലേ? ചിലവരെന്തെങ്കിലും വിഷമൊക്കെ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കും, ആത്മഹത്യ ചെയ്യും, മരിക്കും. പിന്നെ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ എന്താ? മദ്യത്തില് കുറെ നാൾ മുമ്പ് വരെ ഒരുപാട് പേര് മദ്യം കുടിച്ച് അതിൽ വിഷം കലർന്ന് ഒരുപാട് പേര് മരിച്ച് നമ്മുടെ സർക്കാർ അവർക്ക് ഓരോ കുടുംബത്തിനും ഇത്ര ലക്ഷം രൂപ വീതമൊക്കെ കൊടുത്തു. അത് സർക്കാരിന്റെ അനാസ്ഥ മൂലം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതങ്ങനത്തെ ഉള്ള കേസ് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, മദ്യത്തിൽ ലഹരിയിലുള്ള ആ ഒരു വിഷം. ഓക്കെ. പിന്നെ ബേൺ ഇഞ്ചുറി സോയിങ് ടു എനി കോസ് ഇലക്ട്രോക്യൂഷൻ. എന്താ? അതിനെന്താ പറയാ? നമ്മുടെ എന്തെങ്കിലും കാരണത്താൽ പൊള്ളലോ ഇലക്ട്രോസക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോക്യൂഷൻ, വൈദ്യുത്യാഘാതം, എന്തെങ്കിലും എർത്ത് പിടിച്ചു, ഷോക്കായി, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താവും? മെഡിക്കൽ ലീഗൽ കേസ് ആവും. പിന്നെന്താ? ഫിസിക്കൽ അസാൾട്ട് കേസസ് എന്ന് വെച്ചാൽ എന്താ? ശാരീരികമായ ആക്രമണ കേസുകൾ അല്ലെ? ഉപദ്രവം, ശാരീരികമായിട്ട് ഭർത്താവ് കള്ളം കുടിച്ചുകൊണ്ട് വന്ന് ഭാര്യനെ ഒരുപാട് തല്ലി ആകെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയി കഴിഞ്ഞാൽ നാട്ടുകാർ പോയി കേസ് കൊടുക്കും. അപ്പൊ എന്താവും? അതൊരു കേസാവും. അപ്പൊ അവർക്ക് ഉപദ്രവം വന്നു, ശാരീരികമായിട്ട് അവർ ഉപദ്രവിച്ചു, അങ്ങനത്തെ ഉള്ള കേസുകൾ ഫിസിക്കൽ അസാൾട്ട് കേസസ് എന്ന് പറയുന്നത് ശാരീരിക ഉപദ്രവ കേസുകൾ. പിന്നെന്താ? അനിമൽ അറ്റാക്ക് അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ്. ചില മൃഗങ്ങള് അറ്റാക്ക് ചെയ്താലും മെഡിക്കൽ ലീഗൽ കേസ് ഉണ്ടാവും. അതുപോലെ പാമ്പ് കടിച്ചാലും അല്ലെ? മൃഗങ്ങളുടെ ആക്രമണോ പാമ്പ് കടിയും ഒക്കെ ഏതിലാണ്? അത് ഓർത്ത് വെച്ചോ. നമ്മള് അറിയാത്തതായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പാമ്പിന്റെ എനിമൽ അറ്റാക്കിന്റെ കാര്യം ഓർത്ത് വെക്കാം. നമ്മൾ വിചാരിക്കും എനിമലിനെ കേസ് കൊടുക്കാൻ പറ്റുമോ? പാമ്പ് കടിച്ചാൽ കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? പക്ഷെ അതിന് മെഡിക്കൽ ലീഗൽ കേസിൽ ഉൾപ്പെടും. അപ്പൊ അതൊക്കെ നമ്മൾ അറിയാത്ത പോയിന്റിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് വേണം? ടിക്ക് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർക്കാം. എക്സാമിന് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ. നിങ്ങൾക്ക് കിട്ടാതിരിക്കാനാ എക്സാം നോക്കുള്ളൂ. എന്താ? അപ്പൊ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വന്നാൽ മൊത്തം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫുള്ളും ടെക്സ്റ്റിൽ നിന്നായിരിക്കും. പക്ഷെ ഈ ടെക്സ്റ്റിന്ന് സിമ്പിൾ ആയ ഒന്നും തരില്ല.
ഭയങ്കര പാടുള്ളതാ തരുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാം. എല്ലാവരും ഇല്ലേ അവിടെ? എല്ലാവരും ഇല്ലേ? സ്പീഡ് കൂടുന്നുണ്ടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ അനിമൽ അറ്റാക്കും സ്നേക്ക് ബൈറ്റും, പാമ്പ് കടിയും ഇതും മെഡിക്കൽ ലീഗൽ കേസിൽ പെടും. നെക്സ്റ്റ് എന്താ പിന്നെ പറഞ്ഞത്? മാസ് ഫുഡ് പോയിസണിങ്. എന്താ മാസ് ഫുഡ് പോയിസണിങ് പറഞ്ഞ? കൂട്ടഭക്ഷ്യ വിഷബാധ. സ്കൂളിലൊക്കെ ചില സ്കൂളുകളിലൊക്കെ എന്താ ചില വിഷബാധ ചില അറിയാണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് കൂട്ടത്തോടെ കുട്ടികൾ ഹോസ്പിറ്റലിൽ അങ്ങനെ കൂട്ടത്തോടെ, പിന്നെ ചില കല്യാണങ്ങളിലേക്ക് ഉണ്ടാവും എന്തെങ്കിലും അസൂയക്കാരൊക്കെ അതിലെന്തെങ്കിലും പോയിസണിങ്. അതുപോലെ മാസ് ഫുഡ് പോയിസണിങ്. പിന്നെ ചില ഹോട്ടലിൽ ഇപ്പൊ മിക്ക മന്തിക്കടകളൊക്കെ പൂട്ടിയിടും അല്ലെ? എന്തുകൊണ്ടാ? ഇതിനും പോലെ എന്തോ ഷവർമ്മ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. ഷവർമ്മയ്ക്ക് എന്താ ഫുഡ് പോയിസണിങ്. ആ ഷവർമ്മയുടെ ആ ഒരു മയോണൈസിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പിന്നെ കുട്ടികൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കൂലായിരുന്നു. അത് ഒരുപാട് ഭക്ഷ്യം കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് അപകടം വന്നിട്ടുണ്ട്. അത് ഫുഡ് പോയിസണിങ് ആണ്. അതുപോലെ കൂട്ട ഫുഡ് പോയിസണിങ്, മാസ് ഫുഡ് പോയിസണിങ്, കൂട്ടക്കൊലപാതകം എന്ന് പറയുന്നത് കൂട്ടഭക്ഷ്യ വിഷബാധ. ഇതുപോലെ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് പോണയിൽ എന്തെങ്കിലും ഉണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് വന്ന് ഒരുപാട് പേര് ഇങ്ങനെ മരിക്കാനിടയായാല് അതും നമ്മുടെ മെഡിക്കൽ ലീഗൽ കേസിൽ പെടും. കേസസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്. സെക്ഷൽ അറ്റാക്ക് എന്ന് വെച്ചാൽ ലൈംഗിക ആക്രമണം അല്ലേ? വല്ല റേപ്പ് ചെയ്യണ കാര്യങ്ങള് അങ്ങനെയൊക്കെ ചെയ്യണത്, സെക്ഷലായിട്ട് അറ്റാക്ക് ചെയ്യണതൊക്കെ എന്താ അതും മെഡിക്കൽ ലീഗൽ കേസിലാണ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൽ ലീഗൽ നമുക്കറിയാം. ഇപ്പൊ ഒരു പോസ്കോ പ്രകാരം ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുണ്ട് ഇല്ലേ? പോസ്കോ വന്നേ പിന്നെ ഒരുപാട് പേരെ ശിക്ഷിക്കേണ്ടത്. ഇതിനു മുമ്പ് വരെ ആരെങ്കിലേക്ക് ഇതുപോലെ സെക്ഷൽ അറ്റാക്ക് ചെയ്താലും പുറത്തറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇതിന് മാത്രമായിട്ട് ഒരുപാട് നിയമങ്ങൾ വന്നതുകൊണ്ട് എല്ലാം പുറത്തറിയും അല്ലെ? ഒക്കെ പുറത്തറിയുന്നുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനത്തെ കേസ് ഉണ്ടെങ്കിൽ എന്താ അതൊക്കെ നമ്മുടെ മെഡിക്കൽ ലീഗൽ കേസിലുള്ളതാ. സസ്പെക്ടഡ് ഓർ ഒബീരിയസ് ക്രിമിനൽ അബോർഷൻ. എന്താ അബോർഷൻ? സംശയാസ്പദമായിട്ട് നമുക്ക് എന്തെങ്കിലും അവർക്ക് തോന്നേണ്, താനേ അബോർഷനായി പോവല്ല, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് കൊല്ലാൻ വേണ്ടി നിൽക്കുന്നതും ഒരു കൊലപാതകമാണ്. അതും മെഡിക്കൽ ലീഗൽ കേസിൽ വരും. അറിഞ്ഞുകൊണ്ട് ഇപ്പൊ അവർക്ക് കുഞ്ഞ് വേണ്ട, ഇതിനെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൊല്ലാൻ പോയാലും അതെന്താ ആ പോർഷൻ അങ്ങനത്തെ ഉള്ള കേസ് വന്നാലും മെഡിക്കൽ ലീഗൽ കേസിൽ പെടും. ഇഞ്ചുറി കേസസ് വേർ ഫാൾസ് പ്ലേ ഈസ് സസ്പെക്ടഡ് എന്ന് വെച്ചാൽ എന്താ? തെറ്റായിട്ട് സംശയിക്കപ്പെടുന്ന പരിക്കുകൾ. ചില പരിക്കുകളൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് ഡ്രസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അവര് പറയും അവിടെ വീണു ഇവിടെ വീണു. പക്ഷെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്കറിയാൻ പറ്റും എന്താ ഇത് അവിടെ വീണൊന്നും ഉണ്ടായതല്ല, ഇതെന്തോ ഒരു പരിക്ക് ആരോ മുറിവേൽപ്പിച്ചതാണ്. അങ്ങനെയുള്ള സംശയാസ്പദമായിട്ട് ഇഞ്ചുറി കേസ് വേർ ഫാൾസ് പ്ലേ. പിന്നെന്താ ഫാൾസ് പ്ലേ എന്ന് വെച്ചാല് ഫുട്ബോള് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോള് അവര് അറിഞ്ഞുകൊണ്ട് പന്ത് വെച്ച് തട്ടി നമ്മുടെ മേത്ത് മുറിവുണ്ടാക്കും ഇല്ലേ? അതാണ് ഫോൾ പന്ത് ഇങ്ങനെ മേത്ത് ഇങ്ങനെ ഫോൾ പ്ലേ എന്നൊക്കെ പറയില്ലേ? നമ്മള് ഫോൾ ചെയ്യുമ്പോ അവര് മേത്തിട്ട് ചില ചിന്മകളിലൊക്കെ ഉണ്ട്. പന്ത് വെച്ച് അറിഞ്ഞുകൊണ്ട് ജയിക്കൂന്ന് വിചാരിച്ചിട്ട് തന്നെ ബ്ലേഡ് കാലിന്റെ ഉള്ളിലൊക്കെ വെച്ച് അവരെ ഉപദ്രവിക്കും. എന്നാലും നമ്മൾ ഇതൊന്നും പുറത്ത് പറയാണ്ട് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവർക്ക് സംശയം വരും. എന്തുകൊണ്ടാ ഇത് ഇങ്ങനെ വന്നതാണ്, വീണാൽ ഇങ്ങനെ വരില്ല, അങ്ങനെയൊക്കെ പറയുമ്പോ അതൊരു കേസായി മാറും. അതാണ് ഇഞ്ചുറി കേസസ് വേർ ഫാൾസ് സസ്പെക്ടഡ്. സംശയാസ്പദമായിട്ട് എന്തെങ്കിലും പരിക്കുകൾ വന്നാൽ, മെയിൻ ആയിട്ട് ഈ ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ അവിടെയുള്ള കൂടുതലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത്. അപ്പൊ അവിടെ അങ്ങനത്തെ ഒക്കെ വന്നാൽ മെഡിക്കൽ ലീഗൽ കേസ് ആവും. ഇഞ്ചുറി കേസസ് വേർ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ. എന്താ നമ്മുടെ പിന്നീട് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ മരണം സംഭവിക്കാം. മരിച്ചിട്ടില്ല, പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ മനസ്സിലായി ഇവർക്ക് എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും ചിലപ്പോ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അത് കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് ഡെത്ത് ആകും. അങ്ങനെയുള്ള പേഷ്യന്റ് ആണെങ്കിലും അവർക്ക് അത് മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം, കേസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞേ? പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ. ഇപ്പൊ അവര് മരിച്ചിട്ടില്ല, പക്ഷെ ഇവർക്ക് മരിക്കാൻ സാധ്യത ഉണ്ട്. അവര് വന്നത് എങ്ങനെയാ? വല്ല കേസ് ബന്ധമായിട്ട് എന്തെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും.
അപ്പൊ ഇവര് മരിക്കാൻ സാധ്യതയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. അപ്പൊ ഇവര് മെഡിക്കോ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. അൺകോൺഷ്യസ് കേസസ് വേർ റീസൺ ഓഫ് ഇറ്റ് അൺക്ലിയർ. എന്താ പറഞ്ഞേ അവിടെ? എന്താ പറഞ്ഞേ? അബോധാവസ്ഥയില് അവർക്ക് ഒരു വല്ല ഇതിന്റെ മുകളിൽ നിന്നൊക്കെ വീഴും, വല്ല ഒരു ടെറസിന്റെ മുകളിൽ കയറി വല്ല പേരൊക്കെ പൊട്ടിക്കാനൊക്കെ കയറി എന്ന് വിചാരിക്കാം. അവര് ടെറസിന്റെ മുകളിൽ കയറി വീട് അങ്ങനെ താഴെ വീട് കഴിഞ്ഞപ്പോ അവർക്ക് ഒരു ഓർമ്മയില്ല. പിന്നെ അവരെന്താ, ഇവർക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയില്ല, എങ്ങനെ വീടേന്നറിയില്ല. പക്ഷെ സാധാരണ ആരെങ്കിലും പറയും ഇവർ പേരൊക്കെ പൊട്ടിച്ച് തന്നെ വീണാണെന്ന്. പക്ഷെ അവർക്ക് മൊഴി സാക്ഷിയില്ല, പറയാനൊന്നുമില്ല, അവർക്ക് ക്ലിയർ അല്ല, വ്യക്തമായിട്ട് അവർക്ക് അവരെ എന്തായി മൈൻഡ് അൺകോൺഷ്യസ് ആയി അല്ലെ. അൺകോൺഷ്യസ് ആയി കഴിയുമ്പോ അത് ഓൾറെഡി മെഡിക്കോ ലീഗൽ കേസിൽ വരും. പിന്നെ അത് സംശയമാണ്, എന്തുകൊണ്ട് വന്നില്ല, ചിലപ്പോ തട്ടിയിട്ടതാണോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും മെഡിക്കോ ലീഗൽ കേസിൽ വരും. അതാ പറഞ്ഞത് റീസൺ ഓഫ് ഇറ്റ് ഈസ് അൺക്ലിയർ. ക്ലിയർ അല്ലാത്ത റീസൺ, ക്ലിയർ അല്ലാത്ത കാരണം കൊണ്ടാണ് ആ കേസ് വന്നത്. അവർക്ക് അബോധാവസ്ഥയിലാണ്, അപ്പൊ അതിന് ക്ലിയർ അല്ല എന്താ കാര്യം. ഫ്രോഡഡ് കേസസ് ഫോർ ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്ടഡ് എന്ന് വെച്ചാൽ എന്താ, അവിടെ എന്താ പറഞ്ഞത്? ക്രിമിനൽ കുറ്റം എന്ന് സംശയിക്കുന്ന, ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്, അങ്ങനെ സംശയിക്കുന്ന എന്തെങ്കിലും മരണ കേസുകൾ എന്ന് വെച്ചാൽ മരിച്ചുപോയി, ഒരാളെ കൊണ്ടുവന്നു അവര് മരിച്ചുപോയി. പക്ഷെ ആ മരിച്ചു പോയപ്പോ വിചാരിച്ചു എന്താറിഞ്ഞേ, ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ഒരാള് എന്തെങ്കിലും ക്രിമിനൽ കുറ്റം കൊണ്ട് ചെയ്തതാണ് എന്ന് എന്ന് അറിഞ്ഞാലും അതിന് മെഡിക്കോ ലീഗൽ കേസ് പെടും. കേസ് റെഫേർഡ് ഫ്രം കോർട്ട്, കോടതിയിൽ നിന്ന് റെഫർ ചെയ്ത കേസുകൾ, എന്തെങ്കിലും കേസ് സംബന്ധമായ ഒരു കേസാണ്, ആ കേസ് മുന്നിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് റെഫർ ചെയ്ത പേഷ്യന്റിനെ, കോടതിയിൽ നിന്ന് റെഫർ ചെയ്ത ഒരു പേഷ്യന്റിന്റെ കേസുകൾ, ആ പേഷ്യന്റിന് എന്തെങ്കിലും റെഫർ ചെയ്തു, കേസായിട്ട് വന്ന പേഷ്യന്റിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസും എന്തിൽപ്പെടും? മെഡിക്കോ ലീഗൽ കേസിൽ പെടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കോ ലീഗൽ കേസിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? ഓക്കെ, ഓക്കെ അല്ലേ? സ്പീഡ് കൂടിയൊന്നുമില്ലല്ലോ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇനി കുറച്ച് വരുന്നത് കുറെ ആക്ടുകളാണ്. നമ്മള് ഡിഗ്രി BA ഒക്കെ എടുത്തവർക്ക് അറിയാൻ പറ്റും, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ആക്ട് ഉണ്ട്. ഭരണഘടനയില് ഡിഗ്രിയിൽ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അവര് PSC ഇപ്പൊ നമ്മുടെ സയൻസ് ഗ്രൂപ്പിൽ എടുത്തവർക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. ആ സയൻസ് BA ഹിസ്റ്ററി സോഷ്യോളജി ഒക്കെ എടുത്തവർക്ക്, ഹിസ്റ്ററി ഒക്കെ എടുത്തവർക്ക് ഇതറിയാൻ പറ്റും. കുറെ ആക്ടുകൾ കോൺസ്റ്റിറ്റ്യൂഷനില് ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്തൊക്കെ ആക്ട് പാസ്സായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ഈ മെഡിക്കോ ലീഗൽ കേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളാണ് ഈ പറയുന്നത്. അതിന്റെ വർഷം ഓർക്കണം. ഇമ്പോർട്ടന്റ് എന്താ? അതിന്റെ വർഷം ഓർത്താൽ മതി. പിന്നെ അതിൽ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും എല്ലാം MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് അതിന് തയ്യാറായിട്ട് വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. ഓക്കെ, നമുക്കപ്പോ അത് തുടങ്ങാം. ഇനി സമയം എത്രയുണ്ട്? നമുക്ക് തുടങ്ങാനുള്ള സമയം ഉണ്ടാ? ഓക്കെ, ഇനി നമുക്കൊരു 10-20 മിനിറ്റ് ഉണ്ട്. ആ 20 മിനിറ്റിൽ നമുക്ക് ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. എന്താ പറഞ്ഞേ? ലെജിസ്ലേഷൻ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ആശുപത്രിക്ക് ബാധകമാകണം, ഹോസ്പിറ്റലിന് ബാധകമാകണ നിയമങ്ങൾ, എല്ലാ നിയമങ്ങളും ഇല്ല, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ എന്തെല്ലാം നിയമങ്ങൾ ബാധകമാകും അങ്ങനത്തെ നിയമങ്ങളാണ് പറയുന്നത്. ജനറൽ ആയിട്ട് പൊതുവായിട്ട് പറയണ നിയമം എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ചാർട്ട്. ഇത് ചാർട്ട്, ഇതിന്റെ ഈ ചാർട്ട് അല്ലേ? ഈ ചാർട്ട് വേണ്ട, ഇത് നമ്മൾ ഇവിടെ പറയണത് തന്നെ. ഈ ചാർട്ടിൽ കുറെ തെറ്റുണ്ട്. ഇപ്പൊ ലോ ഓഫ് എന്ന് കൊടുത്തിട്ടുള്ളൂ, ഇവിടെ ശരിക്കും പറയണെങ്കിൽ ലോ ഓഫ് ടോൾസ് എന്നാ വന്നത്. പിന്നെ മിസ്ലേനിയസിന്റെ ആക്ട്, ഇവിടെ ഒരുപാട് ഇതുണ്ട്. നിങ്ങൾ ഈ ചാർട്ട് മൈൻഡ് ചെയ്യണ്ട, അതങ്ങനെ തന്നെ വിട്ടേക്ക്. അത് നമ്മൾ ഇവിടെ അതിനെ കുറിച്ച് പറയാനുള്ളത് കൊണ്ടാണ് ഇതിന്റെ താഴെ വരുന്നുണ്ട് ഇതെന്താണെന്നുള്ളത്. മിസ്ലേനിയസ് ടോൾസ് കണ്ട ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ.
അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് വിട്ടത്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അതിൽ കുറെ തെറ്റാണ്. ലോ ഓഫ് കഴിഞ്ഞിട്ട് ടോട്ട്സ് ഉണ്ട്, അതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറയാഞ്ഞത്. നമ്മൾ താഴെ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ? അപ്പൊ നമ്മൾ പറഞ്ഞത് ആശുപത്രിക്ക് ബാധകമാകുന്ന നിയമനിർമ്മാണം. ഹോസ്പിറ്റലിന് എന്തൊക്കെയാണ് ബാധകമാവണേ നോക്കാം. അതിൽ ജനറൽ ആയിട്ട് പറയണ നിയമങ്ങള്, ഫസ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 എന്ന് വെച്ചാല് വ്യവസായികമായിട്ടുള്ള തർക്ക നിയമങ്ങൾ. ഫസ്റ്റ് വൺ വ്യവസായികമായിട്ടുള്ള തർക്കത്തിൽ കമ്പനി ഒരുപാട് വ്യവസായികൾ അവർ തമ്മിലുള്ള തർക്കത്തിനുള്ള നിയമം നിലവിൽ വന്നത് 1947 1947 വന്ന നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. വ്യവസായികൾ തമ്മിലുള്ള ആ ഒരു പൊതു തർക്കം, ആ ഒരു തർക്കം. അവിടെ എന്തിനാണ് അവർ തർക്കം ചെയ്യണേ? അവര് പറഞ്ഞു വ്യവസായികൾ തമ്മിൽ തർക്കം വന്നത് 1947. വെറുതെ ആരെങ്കിലും തർക്കം ചെയ്യോ? ഇല്ല. രണ്ട് കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്താ? ഹോസ്പിറ്റൽ കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. ഈ ഹോസ്പിറ്റലുകളില് വ്യവസായം എന്നത് ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ താഴെയാണ്. ഹോസ്പിറ്റലില് ഈ വ്യവസായം വന്നത്, ഹോസ്പിറ്റൽ വന്നത് എപ്പോഴാ? ഇൻഡസ്ട്രി എന്ന പദത്തിന്റെ താഴെയാണ്. പിന്നെന്താ? ക്യാൻ ബി അപ്ലൈഡ് വെൻ നമ്പർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചോദിച്ചാലും അതിൽ ഡേറ്റ് കൊല്ലം ഓർത്തിരിക്കണം. നിങ്ങൾ അത് മാത്രമേ പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾ പറയണതൊന്നും ശ്രദ്ധിക്കണ്ട. മെയിൻ ആയിട്ട് വർഷം പഠിക്കുക. ഏതൊരു കാര്യത്തിന്റെ വർഷം പഠിക്കുക. അതുപോലെ തന്നെ ആ പറഞ്ഞതിൽ എത്ര എംപ്ലോയീസ് വേണം, മിനിമം എത്ര എംപ്ലോയീസ് വേണം എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നത് 1947. അതിന്റെ ടേം ഹോസ്പിറ്റൽ വന്നതിന്റെ എന്താ? ആ പദത്തിന്റെ താഴെയാണ് ഹോസ്പിറ്റൽ. വ്യവസായത്തിന്റെ തൊട്ട് താഴെയാണ് ആ വ്യവസായം വന്നത് ഹോസ്പിറ്റലിന്റെ. പിന്നെ അതിൽ അപ്ലൈ ചെയ്തേക്കണം. അതിൽ ജീവനക്കാരുടെ എണ്ണം എന്ന് പറയണത് 50 ആണ്. 50 എന്ന് പറയുന്നത് 50 കുറയാൻ പാടില്ല. ഒരു വ്യവസായം, ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിലെത്ര പേര് വേണം? മാക്സിമം എത്ര? എന്തോരാവാം, പക്ഷെ മിനിമം 50 ആവണം. അതിൽ കൂടുതലാവാം, അത്ര വേണമെങ്കിലാവാം, പക്ഷെ 50 കുറവ് പാടില്ല. അതാണ് ക്യാൻ അപ്ലൈഡ് വെൻ നമ്പർ ഓഫ് എംപ്ലോയീസ് 50. ജീവനക്കാരുടെ എണ്ണം 50 ആയിരിക്കണം. കറക്റ്റ് 50 ആയിരിക്കുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ക്യാൻ ബി അപ്ലൈഡ്. 45 ആയിട്ടുള്ളൂ. എനിക്ക് ഇൻഡസ്ട്രിയലിന്റെ ഇതിന്റെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിന്റെ നിയമം പറ്റില്ല. അപ്ലൈ ചെയ്യണം. അതിന്റെ ഒരു ക്യാൻ ബി അപ്ലൈഡ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസ് 50 ആവണം, അല്ലെങ്കിൽ അതിൽ കൂടുതലാവണം. അതാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താ? നമ്മൾ പറഞ്ഞു, ഈ വ്യവസായത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് ലക്ഷ്യമുണ്ട്. എന്തിനാ ലക്ഷ്യം? സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. വ്യവസായിക സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയിട്ട്, അത് സുരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കേസ് വേണ്ടത്. നമ്മൾ ഇവിടെ എന്താ പറയണേ? ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളാണ് പറയണേ. ആശുപത്രിക്ക് നിയമങ്ങളുണ്ട്. ഈ ഹോസ്പിറ്റലിന് എന്തിനാ നിയമം വെച്ചത്? അതാണ് അതിന്റെ കാരണങ്ങൾ പറയണത്. ഇപ്പൊ ഇൻഡസ്ട്രിയിലെ നിയമോടാ പറയണേ. സെക്യൂർ ഇൻഡസ്ട്രിയൽ എന്ന് വെച്ചാൽ, സെക്യൂർ ഇൻഡസ്ട്രിയൽ എന്ന് വെച്ചാൽ വ്യവസായിക സമാധാനം. വ്യവസായിക ഇൻഡസ്ട്രിയില് ആ ഒരു സെക്യൂർ നമ്മൾ സുരക്ഷിതമാക്കണം. സെക്യൂർ എന്ന് വെച്ചാൽ സുരക്ഷിതമാക്കണം. എന്ത് സുരക്ഷിതമാക്കണം? ആ ഇൻഡസ്ട്രിയിലുള്ള പീസ് ആൻഡ് ഹാർമണി എന്ന് വെച്ചാല് സമാധാനവും ഐക്യവും നമ്മള് സെക്യൂർ ആയിട്ട് വെക്കണം. അതാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം വന്നത്, ഈ ആക്ട് വന്നത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പാസ്സാക്കിയത്. അവിടുത്തെ എംപ്ലോയീസ് മിനിമം 50 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രി പീസ് ആൻഡ് ഹാർമണി ആയിട്ട് സുരക്ഷിതമായിട്ട് ഇരിക്കണം. സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. വ്യാവസായിക തർക്കങ്ങൾ ഉണ്ടാവും, അതൊക്കെ പരിഹരിക്കാൻ ഈ ഒരു ആക്ട് വേണം. അവിടെ എന്ത് വേണമെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇല്ലേ? ഒരു എന്താ, ഒരു വ്യവസായം, ഒരു ഇൻഡസ്ട്രി ആണ്. ആ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ അവിടെ ഒരുപാട് പേർക്ക് പല പല തരത്തിലുള്ള കാഴ്ചപ്പാടായിരിക്കും. അപ്പൊ ചിലപ്പോ എന്തുണ്ടാവും? അവിടെ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അത് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് വേണം. മനസ്സിലായ? അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് 1947 വന്നു. 50 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ് ആണ്, അതിന്റെ ലക്ഷ്യം മെയിൻ ആയിട്ട് എന്താ? പീസ് ആൻഡ് ഹാർമണിക്ക്, സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ
ഇൻഡസ്ട്രിയിലുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സെറ്റിൽമെന്റ് ചെയ്യാനും ഈ ആക്ട് വേണം. ഓക്കെ, നെക്സ്റ്റ് മിനിമം വേജ് ആക്ട്. മിനിമം വേജ് ആക്ട് എന്ന് വെച്ചാല് ഒരു മിനിമം വേജ് അല്ലെ. അപ്പൊ ഇത്രയും കൂലി പാടുള്ളൂ. അത് വന്നത് 1948 ആദ്യം ഇൻഡസ്ട്രി വന്നു, ഒരു വ്യവസായം വന്നു. പിന്നെ നമ്മൾ ജോലി ചെയ്തു. നമ്മൾ എന്താ അവിടെ എന്ത് ചെയ്യാൻ പോണേ? അവിടെ ജോലി ചെയ്യാൻ പോണ്. ജോലി വെറുതെ ചെയ്താൽ മതിയാ, നമുക്കൊരു വേജ് തന്നെ, നമുക്കൊരു കൂലി തരണ്ടേ. ആ ഒരു കൂലി വന്നത് 1948 47 വർഷം. ആദ്യത്തെ വർഷം ഇൻഡസ്ട്രി വന്നു. രണ്ടാമത്തെ വർഷത്തിൽ വന്നത് അതിന്റെ വേജസ് വന്നു. വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട് വന്നത് 1948. മിനിമം വേജസ് ഫിക്സ്ഡ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. എന്ന് വെച്ചാൽ എന്താ ഇതില് പറഞ്ഞത്? മിനിമം വേതനം നമ്മുടെ സാധാരണ ലെവലിൽ ഒരു ഇൻഡസ്ട്രി ആയാലും അവിടെ ഒരു ചെറിയ ഒരു മിനിമം ഒരു വേതനം വിവിധ ഗ്രൂപ്പുകളിലെ തൊഴിലാളികൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഇതാണ്. ആ പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നത് 1952. മിനിമം വേജ് ആണ് 1948 വന്നത്. പക്ഷെ പ്രൊവിഡന്റ് ഫണ്ട് വന്നത് 1952. ഇവിടെ ആ ഒരു പ്രൊവിഡന്റ് ഫണ്ടിൽ കൊടുക്കണ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. ഇപ്പൊ തെറ്റിപ്പോവരുത്. അവിടെ 48 പറഞ്ഞിട്ട് ഇവിടെ വന്നത് 1952 ആരും സംശയം വിചാരിക്കരുത്. 48 വന്നത് നമ്മുടെ മിനിമം വേജ് ആണ്. ഓക്കെ, പിന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്, പല ഗ്രൂപ്പ്സ് ഉണ്ടാവും ഇല്ലേ? ആ പല ഗ്രൂപ്പ്സ് അവര് ഓരോ എംപ്ലോയീസിനും, അവിടെ ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും ഒരു പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കും. അവർ ജോലി ചെയ്യുന്നതനുസരിച്ച് അവർക്കൊരു പ്രൊവിഡന്റ് ഫണ്ട് വരും. അങ്ങനെ ഒരു ആക്ട് പാസ്സായതാണ് 1952. അത് നിങ്ങളെ അടിയില് പോയിന്റ് പറയാത്തത് ഇവിടെ മിനിമം വേജ് കൊടുക്കണത് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് അതിവിടെ സെപ്പറേറ്റ് എടുത്ത് പറയാത്തത്. ഓക്കെ, അപ്പൊ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വന്നത് 1952 ആണ്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. അത് ഉള്ളിലായതുകൊണ്ട് നിങ്ങൾ ആരും മൈൻഡ് ചെയ്യില്ല. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഓക്കെ ഓക്കെ, അപ്പൊ മിനിമം വേജ് ആക്ടും 1948. പിന്നെന്താ പറഞ്ഞേ? എംപ്ലോയർ ഈസ് നീഡഡ് ടു റിട്രീവ് ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് at stipulated rates donate an equal amount as employers share and credit the fund regularly with the government. എന്താ പറഞ്ഞേ? തൊഴിലുടമ അതിന്റെ ജീവനക്കാരിൽ നിന്ന്, തൊഴിലുടമ ഒരു ഇൻഡസ്ട്രി വന്നു, അതിന്റെ ഒരു ഉടമ ഉണ്ടാവും, ആ ഇൻഡസ്ട്രിയുടെ ഒരു ഓണർ ഉണ്ടാവും. അവര് ഈ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് ഒരു നിശ്ചിത നിരക്കിൽ ഒരു ചെറിയ തുക എന്താ അവർക്ക് കൊടുക്കാണ്. ഒരു നിശ്ചിത തുക ഈ ജീവനക്കാർക്ക്, തൊഴിലുടമ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു നിശ്ചിത തുക തൊഴിലാളികൾക്ക് കൊടുക്കുകയും തൊഴിലുടമകള് അത് പങ്കിടുന്ന തുകക്ക് എന്ത് ചെയ്യും? അത് കറക്റ്റ് എങ്ങനെ പങ്കിടും? തുല്യമായിട്ട് സംഭാവന ചെയ്യും. പങ്കിട്ട് കഴിഞ്ഞിട്ട് തുല്യമായിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് സംഭാവന ചെയ്യും അല്ലെ? അങ്ങനെ സംഭാവന ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ സംഭാവന ചെയ്യുമ്പോൾ എംപ്ലോയേഴ്സ് ഷെയർ ആൻഡ് അവർക്ക് എംപ്ലോയീസിന് അവർക്ക് ജോലിക്കാർക്ക് കൊടുത്തു. ആൻഡ് ക്രെഡിറ്റ് ദ ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. എംപ്ലോയീസിന് കൊടുക്കാനുള്ളത് ഒരു ചെറിയ തുക കൊടുത്തു. അതുപോലെ തന്നെ എന്ത് കൊടുക്കണം? ക്രെഡിറ്റ്, ചെറിയ ഒരു ഫണ്ട് പതിവായിട്ട് സർക്കാരിന് കൊടുക്കണം. വേണ്ടേ? സർക്കാരിന് കൊടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞത് മിനിമം വേജ് ആക്ട് 1948. ആ ആക്ടിന് പറഞ്ഞേക്കുന്നത് എന്താ? എംപ്ലോയീസ് അവിടുത്തെ ജോലിക്കാർക്ക് അവിടുത്തെ ഓണർ, ആ ഇൻഡസ്ട്രിയുടെ ഓണർ ഒരു ചെറിയ തുക ആർക്ക് കൊടുക്കണം? അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ തുക ക്രെഡിറ്റ് ഗവൺമെന്റിന്, ഫണ്ട് റെഗുലർലി വിത്ത് ദ ഗവൺമെന്റ്. പതിവായിട്ട് അത് ഫണ്ട്, കുറച്ച് ഫണ്ട് പതിവായി തന്നെ ക്രെഡിറ്റ് ചെയ്യുകയും വേണം ഗവൺമെന്റിന്. ഓക്കെ, അതാണ് ഈ 1948 ആക്ടിൽ പറഞ്ഞത്.
അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വന്നത് 1952. ഓക്കെ, ഈ മിനിമം വേജിന്റെ ആക്ട് ശ്രദ്ധിച്ച് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ആക്ടിന്റെ ഡേറ്റും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇത് രണ്ടും ചിലപ്പോ ചോദിക്കും. കാരണം ഇത് നമ്മൾ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഉള്ളിലായതുകൊണ്ട് രണ്ടും മാറി മാറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, പിന്നെന്താ, ക്യാൻ ബി അപ്ലൈഡ് വെൻ നമ്പർ ഓഫ് എംപ്ലോയീസ് 20 എന്ന് വെച്ചാൽ 20 കൂടാൻ പാടില്ല, 20 കുറയാൻ പാടില്ല. അവിടെ എത്ര പേർക്ക് എംപ്ലോയീസിന് അപ്ലൈ ചെയ്യാൻ പറ്റും? 20 അല്ലെങ്കിൽ 20 കൂടുതൽ. 20 കുറയാൻ പാടില്ല. ജീവനക്കാരുടെ എണ്ണം 20 കുറയാൻ പാടില്ല. നോൺ കംപ്ലൈൻസ് ഇൻ പനിഷബിൾ. പനിഷബിൾ എന്താ? ഇംപ്രിഷ്മെന്റ്. എന്താ ഇംപ്രിഷ്മെന്റ്? അവര് ഈ നോൺ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പനിഷ്മെന്റ് കിട്ടും. പനിഷ്മെന്റ് എന്താ? ഇംപ്രിഷ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? പനിഷ്മെന്റ്. അവര് ആ കംപ്ലൈന്റ്സ് അനുസരിക്കാതിരുന്നാൽ ഇവര് ഈ പറഞ്ഞ കാര്യങ്ങൾ 20 അംഗങ്ങൾ പാടുള്ളൂ, അതിലെന്തെങ്കിലും 20 അംഗങ്ങളിൽ കൂടാൻ താഴെ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കംപ്ലൈന്റ് വരും. നോൺ കംപ്ലൈൻസ് ഈസ് പനിഷബിൾ ബൈ ഇംപ്രിസ്മെന്റ്. അവിടെ കംപ്ലൈൻറ്റ്സ് അനുസരിക്കാത്തതിന് അവർക്ക് എന്ത് വരും? ജയിൽ ശിക്ഷ വരും. ഇംപ്രിസ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഇംപ്രിസ്ണർ ജയിലിൽ അല്ലേ? ജയിൽ ശിക്ഷ പണി കിട്ടും. ജയിലാണ്. ഇംപ്രിസ്മെന്റ് എന്ന് വെച്ചാൽ ജയിൽ. പ്രിസൺ. ഇംപ്രിസൺ എന്ന് വെച്ചാൽ എന്താ? ജയിലില്. പനിഷബിൾ എന്ന് വെച്ചാൽ ശിക്ഷ കിട്ടും. അതാണ് പറഞ്ഞത്. അപ്പൊ വേജ് ആക്ട് 1948, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. അത് രണ്ടും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇതില് എംപ്ലോയീസിന്റെ എണ്ണം 20 കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇതനുസരിക്കാതിരുന്നാൽ അവർക്ക് എന്ത് കിട്ടും? ജയിൽ ശിക്ഷ കിട്ടും. ഓക്കേടാ. ഇനി ബോണസ് ആക്ടും കൂടി ഒന്ന് പറയാൻ നേരമുണ്ടാ? ബോണസ് ആക്ട് അത് പറയാ, സിമ്പിൾ ആണ്. വർഷം നിങ്ങൾ ഓർക്ക, അംഗങ്ങളുടെ എണ്ണം ഓർക്ക, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ഓക്കേണോ? ഓക്കെ. അശ്വിന് അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇത് ചെയ്യൂട്ട. അതൊരു ഗുഡ് ഹാബിറ്റ് ആണ്, അത് നല്ലൊരു കറക്റ്റ് ഇതാണ്. ബാക്കി എല്ലാവരും ചെയ്യും. പക്ഷെ ഞാൻ പെട്ടെന്ന് ആദ്യം കാണുന്നത് അശ്വിന്റെ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അശ്വിന്റെ ഞാൻ പെട്ടെന്ന് കാണുന്നത്. ബാക്കി കാണാറുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരെയും കാണുന്നുണ്ട്. ചിലപ്പോ എന്റെ സ്ക്രീനില് നിങ്ങളുടെ ബാക്കിലായതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. ബോണസ് 65. ബോണസ് 65 ഓർക്ക. ഓരോന്നോരോ നിങ്ങൾ പഠിക്കുമ്പോൾ വേജ് 48, പ്രൊവിഡന്റ് ഫണ്ട് 52, പിന്നെ ബോണസ് ആക്ട് 65, ബോണസ് 65. ഡേറ്റ് കൊല്ലം കറക്റ്റ് ഓർക്കാം. പിന്നെ എംപ്ലോയീസിന്റെ എണ്ണം ഓർത്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാം. പഠിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അതും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കാം. എക്സാമിന് നിങ്ങൾക്ക് വർഷവും വരും, എണ്ണവും മാത്രം ചോദിക്കുള്ളൂ. ചിലപ്പോ എണ്ണവും ചോദിക്കില്ല, പക്ഷെ 1-2 എണ്ണം ചോദിച്ചായിരിക്കും മെയിൻ എക്സാമിന്. സാധാരണ വർഷത്തിനാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ബോണസ് ആക്ട് 1965, അതിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 40 എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹാബിറ്റാറ്റ് പെയ്ഡ് എന്ന് വെച്ചാൽ എന്താ? ചാരിറ്റബിള് പോലെയുള്ള ലാഭകരമല്ലാത്ത, ലാഭം വിചാരിക്കാത്ത ഹോസ്പിറ്റലൊക്കെ അതിലൊഴിവാക്കാം. ഈ ബോണസ് ആക്ട് ഉണ്ടെങ്കിൽ എന്താ? ചാരിറ്റബിളും അതൊക്കെ എന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കുക. നമ്മൾ പ്രോഫിറ്റ് വിചാരിക്കാത്ത ഹോസ്പിറ്റൽ ഉണ്ട് ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്കല്ല വേണം. ഓക്കെ, അപ്പൊ അങ്ങനത്തുള്ള പ്രോഫിറ്റ് വിചാരിക്കാത്ത ഹോസ്പിറ്റൽ, അവർക്ക് പ്രോഫിറ്റ് വേണ്ട, അവർക്ക് അതിന്റെ ആ ഒരു ഇത് മാത്രം മതി. ഹോസ്പിറ്റലിൽ ചെലവായതും അങ്ങനത്തുള്ള ഇതുള്ളവർക്കൊന്നും അവർക്കുള്ള അതാണ് ബോണസ് ആക്ട്. അപ്പൊ 1965 ബോണസ് ആക്ട് വന്നു. ബോണസ് 65. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്ന് വെച്ചാൽ എന്താ? ഗ്രാറ്റുവിറ്റി അലവൻസ്, അല്ല പ്രതിഫലങ്ങളെ കൊടുക്കണത്. അത് വന്നത് 1972. ഗ്രാറ്റുവിറ്റി 72. ഓക്കെ, ഗ്രാറ്റുവിറ്റിക്ക് എന്താ? 15 ദിവസം. ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് at the time of his or her superannuation of death. എന്ന് വെച്ചാൽ എന്താ? ജീവനക്കാര് ജോലി പൂർത്തിയാക്കിയ ഓരോ വർഷത്തിലും അവര് ജോലി പൂർത്തിയാക്കുമ്പോൾ അവർക്ക് എന്താ? ജോലി ഓരോ വർഷം കഴിഞ്ഞു. അപ്പൊ ആ 15 ദിവസത്തെ ശമ്പളത്തിൽ നിന്ന് അവർക്ക്
ഒരു 15 ദിവസത്തെ ശമ്പളം ഒരു വർഷത്തിൽ 15 ദിവസത്തിലെ ശമ്പളം അവർക്ക് എന്തായിട്ട് കൊടുക്കണം? ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് ഗ്രാറ്റുവിറ്റി ആക്ടില് പറയുന്നത്. അവർക്ക് ഒരു കൊല്ലം അവര് ജോലി ചെയ്തു, അപ്പൊ അവർക്ക് ആ 15 അതിന്റെ ഇടയിൽ ഒരു 15 ദിവസം ജോലി ചെയ്തത് അതിന്റെ ക്യാഷ് എത്രയാണോ അത് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കണം. അതാണ് 1972 ഗ്രാറ്റുവിറ്റി ആക്ട് നിലവിൽ വന്നത്. അതിൽ എംപ്ലോയീസ് ഏകദേശം എത്ര? 10 എംപ്ലോയീസ്, 10 പേര്. ക്യാൻ ബി അപ്ലൈഡ് ഫോർ 5 years സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താ? 5 വർഷം സർവീസ് പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് മാത്രമേ അങ്ങനെ കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. അവര് കണ്ടിന്യൂസ് 5 വർഷം ജോലി ചെയ്തു. 6ാമത്തെ വർഷം അവർ പൂർത്തീകരിച്ചാൽ ആ 6ാമത്തെ വർഷത്തിലെ 15 ദിവസത്തെ ക്യാഷ് എത്രയാണോ അത് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കാം. 4 വർഷം ജോലി പൂർത്തിയാക്കിയവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് അവിടെ പറഞ്ഞേ 5 വർഷം പൂർത്തിയാക്കിയവര്. 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. 1 വർഷം അല്ലെങ്കിൽ അവർക്ക് എന്താ മരണം സംഭവിച്ചാലും അവർക്ക് ഇത് കൊടുക്കാം. അത് ആക്ട് പറയുന്നുണ്ട്. 1 വർഷം അവർ ജോലി ചെയ്തു, അതിനിടയിൽ 1 വർഷത്തിനിടയിൽ അവർക്ക് ഇൻ കേസ് ചിലപ്പോൾ മരിച്ചു പോയാലും അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗ്രാറ്റുവിറ്റി ആക്ട് അതൊന്നും നിങ്ങൾ ഓർക്കണ്ട, നിങ്ങൾ പറഞ്ഞ പോയിന്റുകൾ ഓർക്കാം. 1972 ഇത് നമുക്ക് നോക്കിയേ, ഓർത്തിരിക്കാൻ പറ്റണത് നോക്കിയേ. ഫസ്റ്റ് ഒരു ഇൻഡസ്ട്രി വന്നു, ഒരു വ്യവസായം. എന്തിനും ആദ്യം തന്നെ ഒരു വ്യവസായം വരണം, എന്നാലല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് 1947 വന്നു. ഓക്കെ, അത് 47 വന്നു കഴിഞ്ഞപ്പോ അതിലൊരു കൂലി നിശ്ചയിച്ചു. പിന്നത്തെ കൊല്ലാണ് ആ കൂലി കൊടുത്തത്, വേജ് കൊടുത്തു. അപ്പൊ വേജ് ആക്ട് വന്നു 48. ആ 48 വേജ് ആക്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ കുറെ കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി കുറച്ചു നാളായി ഇവര് ജോലി ചെയ്യണേ, അപ്പൊ ഇവർക്ക് ഒരു ഓണവും ക്രിസ്മസ് ഒക്കെ വന്നു, അപ്പൊ ഇവർക്ക് ഒരു ബോണസ് കൊടുക്കാന്ന്. അത് കഴിഞ്ഞ് 48 കഴിഞ്ഞ് ഒരു എത്ര വർഷം കഴിഞ്ഞിട്ടാ? എത്ര വർഷം കഴിഞ്ഞു? 48 12 വർഷം അല്ലെ? 12 വർഷം കഴിഞ്ഞപ്പോ അവർക്ക് ബോണസ് കൊടുത്തു. അതാണ് 1965 വന്നത്. പിന്നെ ഗ്രാറ്റുവിറ്റി കൊടുത്തു. ഗ്രാറ്റുവിറ്റി കൊടുത്തത് അവർ 5 വർഷം അവിടെ ജോലി ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 6ാമത്തെ വർഷം അവർക്ക് 1972 ഗ്രാറ്റുവിറ്റി കൊടുത്തു. നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് വരുന്നുണ്ട് അവിടെ അല്ലേ? പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് അവിടെ എന്താ വന്നെ? പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് അതെന്ന് വെച്ചാൽ എന്താ? ഒരു പേയ്മെന്റ് കൊടുക്കണം. വേജ് ആക്ട് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അവരുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ വിവരങ്ങളും കാണിക്കുന്ന ആ ഒരു വേതനം കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് തുടങ്ങി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് തുടങ്ങിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ നമ്മൾ ഗ്രാറ്റുവിറ്റി ആക്ട് വരെ നിങ്ങൾ പഠിക്കാം. 3 ആക്ട് അല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ പഠിക്കാൻ? 4 ആക്ട് ഉണ്ട്. ഇപ്പൊ 4 ആക്ട് ഇപ്പോഴേ പഠിച്ചോ. 1947 ഇൻഡസ്ട്രിയല്. അപ്പൊ 50 പേരാണ് ഇൻഡസ്ട്രിയൽ. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഒരു 50 പേരെങ്കിലും വേണം. ഓക്കെ. പിന്നെ അവിടുത്തെ സെറ്റിൽമെന്റ് തർക്കങ്ങൾ ചെയ്യാനായിട്ടാണ് ഇൻഡസ്ട്രിയിൽ വന്നതെന്ന് വിചാരിക്കാം. പിന്നെ അവിടുത്തെ മിനിമം വേജ്, അവർക്കൊരു മിനിമം കൂലി കൊടുക്കുന്നത് 48 ഒരു മിനിമം കൂലി 1948 കൊടുത്തു. അവർക്കൊരു പ്രൊവിഡന്റ് ഫണ്ട് കൊടുത്തു 1952. അത് ഓർക്കാം, അവിടെ 20 പേര്. പിന്നെ ബോണസ് 1965 ബോണസ് മേടിക്കാൻ 40 പേരാ വന്നത്. 1965 ബോണസ് മേടിക്കാൻ 40 പേര്. പിന്നെ ഗ്രാറ്റുവിറ്റി 1972 ഗ്രാറ്റുവിറ്റിയിലെ എംപ്ലോയീസ് എത്ര? 10. ഗ്രാറ്റുവിറ്റിക്ക് മേടിക്കുന്ന എംപ്ലോയീസ് 10 പേര്. ഗ്രാറ്റുവിറ്റി 10 പേരാ മേടിക്കുന്നുള്ളൂ, അത് ഓർക്കാം. അപ്പൊ അത്രേ നമുക്ക് ഇന്ന് നിർത്താം. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? മനസ്സിലായില്ലേ? സ്പീഡ് കൂടിയാ? ഓക്കെ, എന്നാ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. വേറെ ഒന്നും ചോദിക്കാനൊന്നുമില്ല എല്ലാവർക്കും? മുഹമ്മദ് സിനാൻ റീബല്ലേ? റീബല്ലേ? മുഹമ്മദ് സിനാൻ റീബാണോ? റീബ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ചോദിച്ചത് ഒന്നുമില്ല. ഓക്കെ. ഞാൻ ഇപ്പൊ മുഹമ്മദ് സിനാൻ ഇപ്പോഴാ കണ്ടപ്പോ ഞാൻ ഓർത്തെ. അന്ന് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോഴാണ് എനിക്ക് പേര് ഓർക്കാൻ പറ്റുള്ളൂ.
ഇനി നമ്മൾ എത്ര ഉണ്ടാവും? ജനുവരി വരെ നമ്മൾ ഇനി കാണുള്ളൂ. ജനുവരി കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞില്ലേ? RPG കോഴ്സ് ഇനി നിങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാം. ഓക്കെ, എന്നാ ശരി. ഓക്കെ, ബൈ. താങ്ക് യു മാം. വെൽക്കം. Thank you, ma'am. വെൽക്കം.